രചന ഗംഗോത്രി. ഭാഗം 16. ഗംഗ അപ്പോഴും അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. എടാ ശിവ, ഇവിടെ ഒരാളുടെ മുഖത്ത് ചെറിയ നാണം നീ കാണുന്നുണ്ടോ? നീ ആ ചാനലുകാരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നമുക്കിതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കാമായിരുന്നു. കത്രീന പറഞ്ഞു. അച്ചമ്മയെ. അവൾ കൊഞ്ചലോടെ അച്ചമ്മയുടെ മടിയിൽ മുഖം പൂഴ്ത്തി. ശിവറാം പെട്ടെന്ന് വന്ന് ഗംഗയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പം നോക്കട്ടെ, എന്റെ പൊന്നുമോളുടെ മുഖത്ത് നാണമുണ്ടോ എന്ന്. അയ്യോ, ദേ കാർത്തി, ഇവളുടെ മുഖം ചുവന്നിരിക്കുന്നു, ശിവ പറഞ്ഞു. അതെ, മതി. എല്ലാം കൂടി ഏണി വെച്ച് തലയിലോട്ട് കയറണ്ട. ഈ കോന്തനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. എന്ന് വെച്ച് നാണ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കാലുകൊണ്ട് കളം വരപ്പിക്കരുത്. അതിന് ഗംഗയെ കെട്ടില്ല, വേറെ ആളെ നോക്കണം. അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അംബികയാണ് വിളമ്പിക്കൊടുത്തത്. എന്താ കാർത്തിയുടെ പരിപാടി? എവിടുന്നാ തുടക്കം? അതോ ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതിയോ? ശിവ ചോദിച്ചു. ഇല്ല അങ്കിൾ, കല്യാണത്തെക്കുറിച്ച് ഉടനെ ഒന്നും ചിന്തയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എവിടെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. പക്ഷേ ഗംഗയുടെ കൂടെ ഞാൻ ഉണ്ടാവും, കാർത്തി പറഞ്ഞു. അയ്യേ, കാർത്തിയേട്ടൻ എന്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാനാണോ പരിപാടി? അത് വേണ്ട. അതിന്റെ അർത്ഥം ഗംഗയെ വിശ്വാസം ഇല്ല എന്നാണ്. എനിക്ക് എന്നെ നോക്കാൻ അറിയാം. കാർത്തിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഓഫീസിലോ സ്ഥാപനങ്ങളിലോ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ പിന്നാലെ വേണ്ട. യാത്ര കഴിഞ്ഞ് വന്നാലേ നിങ്ങൾ രണ്ടുപേരും വിശ്രമിക്ക്. വൈകുന്നേരം നമുക്ക് അച്ചമ്മയുടെ പള്ളിയിൽ പോകാം. കാണണ്ടേ അവിടെയൊക്കെ? ഒന്ന് കറങ്ങാൻ നമുക്ക്, ഗംഗ പറഞ്ഞു. കാർത്തി രാമേട്ടനുമായി സംസാരിച്ച് പൂന്തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഗംഗ വേഗം വെളിയിലേക്ക് വരുന്നത് കണ്ടത്. ഡ്രൈവർ പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. അവർ പോകുന്നത് കണ്ടപ്പോൾ കാർത്തി രാമേട്ടനെ നോക്കി. ഈ സമയത്ത് ഇവളെവിടെ പോവാ? അത് മാഡത്തിന് മീറ്റിംഗ് ഉണ്ട്. ചില മീറ്റിങ്ങുകൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്നത്. പാവം, വീട്ടിലിരിക്കാൻ സമയമില്ല. ഓട്ടം തന്നെ ഓട്ടം. ഒന്ന് ചിരിച്ചു കാണുന്നത് തന്നെ ഇന്നാണ്. മാഡത്തിനെ ഒരാൾ അടിച്ചു കാണുന്നതും ആദ്യമായിട്ടാണ്. രാമേട്ട, അത് ഞാൻ അവളെ അടിച്ചതൊന്നുമല്ല. വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ. അതിന്റെ ഒരു സ്നേഹം പങ്കുവെച്ചത് അങ്ങനെയാ. രാമേട്ടന് തോന്നുന്നുണ്ടോ അവളെ ഒരാൾ അടിച്ചാൽ അവൾ തിരിച്ചടിക്കാതിരിക്കുമെന്ന്? അല്ലെങ്കിൽ അവൾക്ക് അതിനുള്ള കരുത്തില്ല എന്ന്? എന്നെ അവൾ തിരിച്ചടിക്കുമെന്ന് പേടിച്ചാ ഞാൻ നിന്നത്. ഭാഗ്യത്തിന് അടികൊള്ളാതിരുന്ന്, കാർത്തി പറഞ്ഞു. ക്ഷമിക്കണം സാറേ, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ എന്നെ സാറേ എന്നൊന്നും വിളിക്കണ്ട, കാർത്തി എന്ന് വിളിച്ചോളൂ. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം. രാമേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ? കാർത്തി ചോദിച്ചു. അതിനെന്താ മോനെ, ഞാൻ വരാല്ലോ, രാമേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. ഗംഗ തിരിച്ചു വന്നപ്പോൾ കാർത്തി അവിടെ എല്ലാം നോക്കി. മുറിയിൽ അവനുണ്ടായിരുന്നില്ല. ഇതിപ്പോ എവിടെ പോയി? അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. സത്യം പറഞ്ഞാൽ ജോലി തീർന്നില്ല. അവനെ കാണാനായി ഓടി വന്നതാ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാ വന്നത്. അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അച്ചമ്മയുടെ മുറിയിൽ ഉണ്ടാവുമോ? അവൾ വേഗം അച്ചമ്മയുടെ മുറിയിലേക്ക് പോയി. പെട്ടെന്നാണ് ഒരാൾ കയ്യിൽ പിടിച്ചു വലിച്ചത്. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കാർത്തി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. പെട്ടെന്ന് ആ മുഖത്ത് കൃത്രിമ ഗൗരവം പടർന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. എന്താ? ഗംഗ ചോദിച്ചു. എന്ത്? കാർത്തി മറുചോദ്യം ചോദിച്ചു. എന്തിനാ എന്നെ പിടിച്ചു വലിച്ചേ? അതോ, എനിക്കൊരു സാധനം വേണം, തരുവോ? എന്താ വേണ്ടേ? ഒരു വിറയലോടെ അവൾ ചോദിച്ചു. അവളുടെ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ കണ്ടപ്പോൾ അവനൊരു കുസൃതി തോന്നി. അവൻ അതിൽ മെല്ലെ ഊതി. അവളൊരു കുളിരോടെ മുഖം തിരിച്ചു. ആ സമയത്ത് അവൻ അവളുടെ ചെവിയിൽ അതരം ചേർത്ത് ഒരു ഉമ്മ കൊടുത്തു. അവളുടെ ദേഹത്ത് കുളിരു കോരി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അയ്യടി, നിനക്ക് നാണമില്ലേ? ഒരു കാര്യം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണമെന്നറിയില്ലേ? വാങ്ങാൻ മാത്രം പഠിച്ചാൽ മതിയോ? എനിക്കും വേണം. വേഗം താ, അവൻ കവളിൽ തൊട്ട് കാണിച്ചു. അയ്യടാ, തിരിച്ചു തരണോ? അത് മോശമല്ലേ, ഒരു സാധനം തന്നിട്ട് തിരിച്ചു ചോദിക്കുന്നേ. ഞാൻ തരൂല, ഗംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ഒരു കടി കൊടുത്തു. പിന്നെ അവനെ തള്ളി മാറ്റി അവൾ ഓടി. അപ്പോഴാണ് ശിവറാമും അച്ചമ്മയും കൂടി വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് വരുന്നത് കണ്ടത്. അവൾ പെട്ടെന്ന് ചമ്മി വിരൽ കടിച്ചുകൊണ്ട് നിന്നു. എന്താ പെണ്ണേ, എന്തു പറ്റി? അച്ചമ്മ ചോദിച്ചു. അത് പിന്നെ അച്ചമ്മേ, ഇവിടൊക്കെ എന്തൊരു പൊടിയാ. ഈ ജോലിക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ശമ്പളം വാങ്ങാൻ മാത്രം എല്ലാവർക്കും വലിയ ഉത്സാഹ. ഒരാത്മാർത്ഥത ഇല്ലെന്നേ. നീ പേടിക്കണ്ട, അതൊക്കെ ഇനി ഞാൻ ചെയ്യിച്ചോളാം, അച്ചമ്മ പറഞ്ഞു. പിന്നെ നേരെ ജോലിക്കാരുടെ അടുത്തേക്ക് പോയി. അച്ചമ്മയും കാർത്തിയും വന്നതിന് ശേഷമുള്ള ഗംഗയെ ശിവറാം നോക്കി കാണുകയായിരുന്നു. ഇപ്പോഴാണ് അവളുടെ മുഖത്തൊരു തെളിച്ചം വന്നത്. പാവം കുട്ടി, അയാൾ ഓർത്തു. അപ്പോഴാണ് തൂണിന് മറവിൽ അഭ്യാസം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന കാർത്തിയെ ശിവറാം കണ്ടത്.
ശിവറാം നേരെ അവന്റെ അരികിലേക്ക് ചെന്നു. എന്തുവാടാ, നീ എന്റെ കൊച്ചിന് പേരുദോഷം കേൾപ്പിക്കോ? എടാ പോലീസുകാരാ, നീ കാർത്തിക് ശങ്കർ മഹാദേവൻ എന്ന IPS കാരനായതുകൊണ്ടല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. എന്റെ മഹാദേവന്റെ മോനായതുകൊണ്ടാ. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ കാത്തിരിക്കുന്നവരാണ് ചുറ്റിലും. എന്നിട്ട് ഏത് കോപ്പിലെ കാമുകനാടാ നീ? അവളുടെ കൂടെ ഒന്ന് പോകാൻ പോലും നിനക്ക് പറ്റുന്നില്ല. എനിക്ക് പേടിയാണ്, നിനക്കറിയാലോ. അവൾ അനുഭവിച്ച വേദനകൾ, അവൾ കടന്നു വന്ന വഴികൾ. ഇപ്പോഴാണ് അവളുടെ കണ്ണുകളിൽ ഒരു സന്തോഷം ഞാൻ കാണുന്നത്. പക്ഷേ നീ കൂടെ വേണം. അവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ മറ്റൊരു കൈയും എന്റെ മുമ്പിൽ ഇല്ലടാ, ശിവ പറഞ്ഞു. എന്റെ പൊന്നങ്കിൾ, എന്റെ പെണ്ണിന് ഒരു ചുക്ക് സംഭവിക്കില്ല. എനിക്ക് അവളിൽ വിശ്വാസമുണ്ട്. അതിന് ഞാനെന്ന IPS കാരന്റെ സംരക്ഷണം അവൾക്ക് ആവശ്യമില്ല. പക്ഷേ അവളുടെ കാർത്തിയേട്ടൻ ഒരു നിഴലായി അവളുടെ കൂടെ ഉണ്ടാവും. ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ മനുഷ്യനെ സ്വസ്ഥമായൊന്ന് പ്രണയിക്കാനും പറ്റില്ല, കാർത്തി പറഞ്ഞു. അമ്പട പുളിസു, എങ്കിൽ പിന്നെ നിന്നെ ഹണിമൂണിന് ഞാനിപ്പോ പറഞ്ഞു വിടാം, ശിവ പറഞ്ഞു. ഏയ്, ഞാനത്ര ചീപ്പല്ലെങ്കിൽ, കാർത്തി ശിവയെ നോക്കി പറഞ്ഞിട്ട് ഗംഗയുടെ പിന്നാലെ ചേർന്നു. തുടരും.